കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. വിഷം ചീറ്റുന്ന വർഗീയത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു മുസ്ലിം നാമധാരി ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ജാതീയം വംശീയപരമായ രീതിയിൽ വർഗീയത ആരോപിച്ചുകൊണ്ട് മാറ്റി നിർത്തണം, ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പരസ്യമായ രീതിയിൽ പറയുന്നു. അതിനെതിരെ നടപടിയെടുക്കാൻ ഭരണ സംവിധാനത്തിന് സാധിക്കാതെ വരുന്നു. അതാണ് യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ജാതി വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വർഗീയത പറയുന്ന സമയത്ത് ഈ പറയപ്പെട്ട കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു സമൂഹമുണ്ട്, ഒരു സമുദായമുണ്ട്. ആ സമുദായം പിൽക്കാലത്ത് ഇന്ത്യ ഭരിക്കപ്പെട്ടവരാണ്. മുസ്ലിം സമുദായത്തിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു പാരമ്പര്യ സംസ്കാരത്തിൻ്റെ തനിമ ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ഭരിച്ചവർ. അപ്പോൾ അവരെങ്ങനെയൊക്കെ ആയിരുന്നു ഭരണം നടത്തിയത് എന്നുള്ളത് നമ്മൾ പരാമർശിച്ച് പോകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ബി ജെ പിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുകയെങ്കിൽ 1980 കാലഘട്ടത്തിലൊക്കെ ബി ജെ പിക്ക് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. അഡ്വാനിയും വാജ്പേയി മാത്രം ജയിച്ച് അങ്ങനെ കയറുന്ന ഒരു കാലഘട്ടം. അന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഘട്ടത്തിൽ 3 പാർലമെൻറ്റ് സീറ്റ് ഉണ്ടാവാറുണ്ട്. 2 കേരളത്തിലുണ്ടാവും, 1 തമിഴ്നാട്ടിലുണ്ടാവും. ബി ജെ പിനേക്കാണ് വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് ഒരുപാട് കാലം കൊണ്ടു നടന്നിട്ടുണ്ട്. പിന്നീട് രഥയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാനി നടത്തിയ രഥയാത്രയോടുകൂടിയാണ് വർഗീയത അങ്ങനെ അയച്ചു വിട്ടു. അതിലൂടെയാണ് കുറച്ച് സീറ്റുകൾ കിട്ടിയത്. പിന്നീട് ഇടതുപക്ഷം എന്ത് ചെയ്തു? ആ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ വിരോധം കൊണ്ട് അങ്ങനെ വി പി സിംഗിൻ്റെ സംവിധാനങ്ങൾ അതും ചേർന്നതോട് കൂടിയിട്ട് ആദ്യഘട്ടത്തിൽ ഒരു ബി ജെ പി ഭരണം ഇന്ത്യയിൽ ഉണ്ടായി. അതിൻ്റെ തുടർച്ച അങ്ങനെയാണ്. നമ്മൾ പറയുന്ന കാര്യം അതല്ല. നമ്മൾ പറയുന്ന കാര്യം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരുപാട് കാലം മുസ്ലിം ഭരണാധികാരികൾ എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്, എന്തൊക്കെയാണ് അവരുടെ സംഭാവനകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 650 വർഷമാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടത്തിയത്. ഏറ്റവും തിളക്കമുള്ള കാലഘട്ടം എന്ന് മാത്രമല്ല, ഏറ്റവും സമാധാനമായിരിക്കുന്ന അന്തരീക്ഷവും ഏത് മതവിശ്വാസിക്കും അവരുടെ ആചാരപ്രകാരം, അനുഷ്ഠാനപ്രകാരം, കർമ്മപ്രകാരം ജീവിക്കാൻ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി ഇന്ത്യ അറിയപ്പെട്ടത് മുഗള സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. ആ സാമ്രാജ്യത്തിൻ്റെ തലമുറയുടെ അവസാനം വരുന്ന സമയത്താണ് അവർ ഭരണത്തിലേറാൻ വേണ്ടി പാടില്ല എന്ന പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവമായിരിക്കുന്ന കാര്യം. ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവും. 1206 മുതൽ 1526 വരെ ഡൽഹി സുൽത്താനറ്റ് ഇന്ത്യ ഭരിച്ചു. അത് പറയുന്ന സമയത്ത് 320 വർഷമാണ്. അതിനുശേഷം 1526 മുതൽ 1857 വരെ മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചു. അത് പറയുന്ന സമയത്ത് 331 വർഷമാണ്. ടോട്ടൽ കൂട്ട സമയത്ത് 650 കൊല്ലം. അതിൽ മുഗൾ സാമ്രാജ്യത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക മെച്ചമുണ്ടാകുകയും ഇന്നും അതിനാലെ രാജ്യം സമൃദ്ധമാവുകയും ചെയ്യുന്ന നിർമ്മിതികൾ നിർമ്മിക്കപ്പെട്ടത് മുഴുവനും മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. ബാബർ ഭരണം നടത്തിയത് വെറും 4 കൊല്ലം മാത്രമാണ്. 1526 മുതൽ 1530 വരെ. ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് കാലം അദ്ദേഹം ഇന്ത്യ ഭരിച്ചെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷേ അയാൾ 4 കൊല്ലമേ ഭരിച്ചിട്ടുള്ളൂ. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ. ഇതിൽ അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ഭാര്യ തന്നെ ഹിന്ദു ആയിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു മമത ഉണ്ടെങ്കിൽ പോലും ഭാര്യ ഹിന്ദുവാണ്. ആ ഹിന്ദുവിൽ നിന്ന് ജാതി മാറ്റണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടേ ഇല്ല ചരിത്രത്തിൽ എവിടെയും. ഇവരൊക്കെ വർഗീയവാദിയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് ചുരുക്കം. ഔറംഗസീബിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് പറയുന്നു, പ്രധാനമന്ത്രി ഹിന്ദു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ 9 മന്ത്രിമാരിൽ 6 പേരും ഹിന്ദു ആയിരുന്നു. സൈനികർ 90% ഹിന്ദുക്കളായിരുന്നു. അഥവാ അവർക്കതൊന്നും വിഷയമല്ല, ജാതീയപരമായിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല, രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് ചുരുക്കം. പിന്നീട് അതായത് ഈ കാലഘട്ടത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 1857 കാലഘട്ടം കഴിഞ്ഞതോടുകൂടി പിന്നെ വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായി. യൂറോപ്യൻ ശക്തികളും ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത വിഭാഗവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മുഗള ചക്രവർത്തിയായ ബഹദൂർ ഷായെ
അഥവാ ഔറംഗസീബിന് ശേഷം പിന്നീട് വന്നത് ബഹദൂർ ഷായാണ്. അദ്ദേഹം ഭരണ കാര്യത്തിൽ വലിയ നൈപുണ്യമുള്ള വ്യക്തിയല്ല എന്ന് അന്ന് തന്നെ പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഒരു സാമ്രാജ്യ സംവിധാനത്തെ കൊണ്ടു നടക്കാൻ മാത്രം കരുത്തും ശക്തിയുള്ള വ്യക്തി അല്ല എന്നുള്ളതായിരുന്നു ബഹദൂർ ഷായ്ക്കെതിരെയുള്ള ആരോപണം. അദ്ദേഹത്തെ പുറത്താക്കി. ഈ 3 വിഭാഗം കൂടി ചേർന്നുകൊണ്ട് യൂറോപ്യൻ ശക്തികൾ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മറാത്ത വിഭാഗം സംയുക്തമായി ചേർന്നുകൊണ്ട് ബഹദൂർ ഷായെ പുറത്താക്കിയിട്ട് സാമ്രാജ്യം പിടിച്ചടക്കി. അങ്ങനെ ആ മുഗള സാമ്രാജ്യം താഴെ വീണു. ആ കാലഘട്ടത്തിലാട്ടോ പറയുന്നത്. മുഗള സാമ്രാജ്യം എന്തൊക്കെയാണ് നിർമ്മിച്ചത് നമ്മൾ നോക്കാം. താജ്മഹൽ, ചെങ്കോട്ട, ഈ ഡൽഹി ജുമാ മസ്ജിദ്, ഫത്തേപൂർ സിക്രി, ഷാലിമാർ ഗാർഡൻ തുടങ്ങി ഇന്ന് രാജ്യത്തിന് ദശകോടികൾ വർഷാന്തം വരുമാനമുണ്ടാക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് ഈ പറയപ്പെട്ട മുഗള സാമ്രാജ്യമാണ്, അവരുടെ സൃഷ്ടിപ്പാണ്. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ അത്ര വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിർമ്മിച്ചുകൊണ്ട് ആ രാജ്യത്ത് സമൃദ്ധമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. അത് മറാഠ വിഭാഗം തന്നെ. മറാഠ വിഭാഗം ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചു എന്നല്ലാതെ അവർക്ക് രാജ്യത്ത് പുരോഗമനപരമായിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലും നിർമ്മിതികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. വസ്ത്രം, മസാലകൾ, കൈത്തറി, രത്നങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വിദേശ നാണ്യം നേടിത്തന്നത് മുഗള സാമ്രാജ്യമാണ്. ആ കാലഘട്ടത്തിലാണ് പഞ്ചസാര, പരുത്തി, തുണി, ഗോതമ്പ് പോലെയുള്ള നിർമ്മിതികൾ ആരംഭിച്ചത്. അത് ഡൽഹി, ബോംബെ പോലെയുള്ള ഏരിയകൾ അങ്ങനെ വലിയ രീതിയിലുള്ള നിർമ്മിതികൾ ആരംഭിച്ചു. അങ്ങനെ രാജ്യം ഉപയോഗിക്കുകയും കയറ്റുമതി ചെയ്യുകയും. ഇപ്പോൾ തന്നെ ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് വസ്ത്രങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ ഗുജറാത്ത് ഭാഗത്ത്, അതെങ്കിൽ മഹാരാഷ്ട്ര ഭാഗത്ത്, അല്ലെങ്കിൽ ഡൽഹി ഭാഗത്ത്. ഇത് അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇത് വരുന്നത് എന്ന് ചുരുക്കം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികപരമായിരിക്കുന്ന മേന്മയുള്ള ഉയർച്ചയുള്ള രാജ്യമാക്കിയിട്ട് ഇന്ത്യ മാറിയത്. ഇനി നമ്മൾ ഇന്നത്തെ വർത്തമാന കാലത്തെക്കുറിച്ച് നോക്കാം. ഇറാഖ്, സിറിയ, ഈ ഇറാന് പോലെയുള്ള രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ, ഇവിടെയെല്ലാം ഇഷ്ടംപോലെ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മറ്റുള്ള വിഭാഗക്കാരുണ്ട്. ഇറാഖും സിറിയയൊക്കെ നോക്കുന്ന സമയത്ത് മുസ്ലിം ഭരണം 1500 കൊല്ലം മുസ്ലിം ഭരിച്ച രാഷ്ട്രങ്ങളാണ്, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുടെ ചർച്ചുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ജൂത വിഭാഗങ്ങളുണ്ട്, ജൂത വിഭാഗ പൗരന്മാരുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ സുറിയാനി ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. കാത്തോലിക് ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ സുറിയാനി ക്രിസ്ത്യൻ. ഈ സുറിയാനി ക്രിസ്ത്യൻ എവിടെ നിന്നുള്ള? സിറിയക്കാരാണ്. അവർക്ക് സുറിയാനികൾ എന്നാണ് പറയുക. അങ്ങനെ ആ വിഭാഗം ഏറ്റവും കൂടുതൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ല. 1500 കൊല്ലം ഭരിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ജാതീയപരമായിരിക്കുന്ന ആക്രമണമോ വിഷയമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഈജിപ്തിൽ 20% ക്രിസ്ത്യാനികളാണ്. 20%. ഈജിപ്ത് കഴിഞ്ഞ 1500 കൊല്ലത്തോളം ഭരിച്ച 1000 വർഷത്തിലധികം ഭരിച്ചതും മുസ്ലിങ്ങളാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. സിറിയ, ജൂത രാജ്യങ്ങൾ 0.99%, 90%-ൻ്റെ മേലെ 93%-ഓളം അവിടെ ഈ ഷിയാക്കളാണ്. പിന്നെ കുറഞ്ഞ വിഭാഗം സുന്നികളാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ജൂത വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും പൗരന്മാരായിട്ട് ഇറാനിലുണ്ട്. ഒരു പ്രശ്നമില്ലല്ലോ. ഏതെങ്കിലും കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. മതപരമായ രീതിയിൽ ആരാക്രമിച്ചാലും തെറ്റാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരാൾ ജാതീയപരമായ രീതി ഒരു മുസ്ലിം ഒരാളെ കൊന്നത് വേറൊരു ക്രിസ്ത്യാനിയാണെന്ന് കരുതുക. അപ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടോ? തല വെട്ടും. അതവിടുത്തെ നിയമമാണ്. അത് ജാതീയപരമായിട്ടല്ല. രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും തുല്യമാണ്. ആ രീതിയിലാണ് രാജ്യ സംവിധാനം ഉള്ളത്. ആ സംവിധാനത്തെയൊക്കെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈജിപ്തിലെ ഈജിപ്തിലെ ഒരു ഭരണാധികാരിയെക്കുറിച്ച് ഇതിൽ പരാമർശം ഇങ്ങനെ കാണുന്നുണ്ട്. ഹാറൂൺ റഷീദ് ഈജിപ്തിൽ ഭരണം നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയായിരുന്നു. അവർക്കത് വിഷയമല്ല എന്ന് ചുരുക്കം. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയോട് ചേർന്നിട്ട് ഒരു അമ്പലം പണിതിട്ടുണ്ട്. ഹിന്ദുമത വിശ്വാസികൾ വിദൂര സ്ഥലത്ത് പോയിട്ട് ആരാധന നടത്തുന്നതിൽ എനിക്ക് മാനസികമായിരിക്കുന്ന പ്രയാസമുണ്ട് എന്ന് കരുതിയിട്ട് ടിപ്പുവിൻ്റെ കോട്ടയോട് ചേർന്നിട്ട് ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോട്ടയോട് ചേർന്നിട്ട് ഒരു മുസ്ലിം പള്ളിയില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കാസർഗോഡുണ്ട് ഒരു ബേക്കൽ കോട്ട. ശ്രദ്ധിച്ചാൽ അറിയാം. ബേക്കൽ കോട്ടയുടെ അകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ബേക്കൽ കോട്ട ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണ്. ആ പരിസരത്ത് എവിടെയും ഒരു പള്ളിയില്ല. ഒരുപാട് ദൂരം പോകേണ്ട മുസ്ലിം പള്ളി കാണണമെങ്കിൽ. എന്നാൽ അമ്പലമാണെങ്കിലോ ആ കോട്ടൻ്റെ അകത്ത് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കി. ഇതാണ് മതേതരത്വം.
ടിപ്പു സുൽത്താൻ്റെ മന്ത്രി ഹിന്ദുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ 12 ക്യാബിനറ്റിൽ 9 പേർ, 12 ക്യാബിനറ്റ് മന്ത്രിമാർ 9 പേരും ഹിന്ദുക്കളായിരുന്നു. 1782 മുതൽ 1799 വരെ ടിപ്പു സുൽത്താൻ ഇന്ത്യ ഭരിച്ചു. ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടി മരണം വരിച്ച മറ്റൊരു പ്രാദേശിക ഭരണാധികാരി ഇന്ത്യയിലില്ല. പല രീതിയിലുള്ള ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലക്ക് നേർക്കുനേരെ ഏറ്റുമുട്ടിയിട്ട് ഭരണം വരിച്ച മറ്റൊരു ഭരണാധികാരി ഇല്ലാത്ത വിധം ടിപ്പു സുൽത്താൻ രാജ്യത്തെ അങ്ങനെ തന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭരണഘടന വിവാദമായിരുന്ന സമയത്ത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പല ആളുകളുടെയും ചിത്രങ്ങൾ, ശ്രീകൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങൾ ഭരണഘടനയിൽ ഉണ്ട്, അതിൻ്റെ ബോർഡറിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദമൊക്കെ നടന്നിരുന്നു. ആ സമയത്ത് ഭരണഘടനയ്ക്കകത്ത് ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാളും തൂങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ ഭരണഘടനയുടെ ഭാഗങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ രേഖപ്പെടുത്താതിരിക്കും? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്താൻ വേണ്ടി അവരുമായിട്ട് നേർക്കുനേരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ട ഒരൊറ്റ രാജാവേ ഉള്ളൂ, അത് ടിപ്പു സുൽത്താൻ. ഇതാണ് അതിൻ്റെ ചരിത്ര റൂട്ട്. അപ്പോൾ ഇതിൽ മുസ്ലിങ്ങളുടെ നേരെ എത്തുന്ന സമയത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായ രീതിയിൽ ഇപ്പോഴും അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന മേഖല ഇപ്പോഴും അറേബ്യൻ മേഖലയാണ്. അവിടെ നീതി ഉണ്ടാവും. അവിടെ ഒരാൾ കൊന്നാൽ, ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിൽ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ഒരാളെ കൊന്നാൽ ആ കൊന്ന കൊലപാതകയെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയായിട്ട് പുറകെ പോകുന്നൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയപരമായിട്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ യാതൊരു വിഷയമില്ല. ആ കേസെടുത്ത് കഴിഞ്ഞാൽ ആരാണോ കൊന്നത്, ആരാണോ കൂട്ടുന്നത്, അവരെ വധിച്ചിരിക്കും. അത് പരസ്യമായ രീതിയിൽ തലവെട്ടി വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ എവിടെ സുരക്ഷിതത്വമുള്ളത്? ആ സുരക്ഷിതത്വം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ചരിത്രം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇത്രയും കാലം 650ഓളം വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ട് സമൃദ്ധമായ രീതിയിൽ ഒരു രാജ്യത്ത് സൃഷ്ടിക്കുകയും എന്താണ് മതേതരത്വം എന്നുള്ളതും ജാതീയപരമായ രീതിയിലുള്ള ഏകോപനം എങ്ങനെയാ എന്നുള്ളതും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ശശികലയൊന്നും യഥാർത്ഥത്തിൽ മറന്നു പോകാൻ വേണ്ടി പാടില്ല.